ഇപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് വരുന്ന രോഗികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പിരിവെടുത്ത് ഉപകരണം വാങ്ങേണ്ടി വരുന്ന ഒരു ദുസ്ഥിതി, അങ്ങനെ ഇരന്നു വാങ്ങിക്കൊണ്ട് നടത്തുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണമാണ് പെരുപ്പിച്ചു കാട്ടി കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്നത്. ഈ ദുസ്ഥിതി എങ്ങനെയുണ്ടായി? ധർമാശുപത്രികൾ എന്ന പേര് കളഞ്ഞതാരാണ്? നമ്മൾ എല്ലാം പറയുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവുകൾ കണ്ടെത്തുക, നെഗറ്റീവിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇപ്പോൾ ദൂരദർശൻ്റെ ചില വാക്കുകൾ പോലും ആ നിലയിലാണ് പോകുന്നത്. സ്വാഭാവികമായും ദൂരദർശന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിനകത്ത് മുന്നോട്ട് വയ്ക്കാനുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മെച്ചമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഏറ്റവും അവസാനത്തെ 4 വർഷം പരിശോധിക്കുമ്പോൾ ചെലവിട്ടത് 55,330 കോടി രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ അധികം പൈസ തരികയാണ്, അത് ചിലവാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഈ ചിലവാക്കുന്ന തുക കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പൈസ വെച്ചല്ല. കേന്ദ്ര ഗവൺമെൻറ് തരുന്ന തുക ഒന്നിനും ആകുന്നില്ല എന്നുള്ളത് ആദ്യം BJPയുടെ പ്രതിനിധി മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യ വകുപ്പിൽ അടിസ്ഥാന വികസനത്തിന് മാത്രമായി കിഫ്ബിയിൽ നിന്നും 10,000 കോടി രൂപയാണ് എടുത്ത് ചിലവാക്കിയിട്ടുള്ളത്. ഏറ്റവും വേറൊന്നും വേണ്ട, ഈ യൂറോളജിയുടെ മാത്രം 2024-25 67 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതുപോലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുള്ളത്. ഈ ഉപകരണം വാങ്ങാൻ 4 വർഷത്തിനിടയ്ക്ക് 2.5 കോടി രൂപയുടെ ഉപകരണങ്ങളാണ് യൂറോളജിയിൽ ഇപ്പോൾ നിലവിൽ അതിനകത്തുള്ളത്. എല്ലാ ഇടപെടലുകളും ഈ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് അത് മറച്ചു വെച്ചുകൊണ്ട് അതിനെ നുണപ്രചരണവുമായി വരുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDFന്റെ പ്രതിനിധിയായി ഒരുപക്ഷെ നിഷ്പക്ഷമായി അഭിപ്രായം പറഞ്ഞു, എന്നാൽ വ്യക്തമായ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണോ ഉന്നയിക്കുന്നത് ആ നിലയിലേക്ക് അഭിപ്രായം പറഞ്ഞു പോയ ആളാണ്. ഇപ്പം ആശുപത്രിയിൽ ആവശ്യം വരുന്നത് UDFകാരുണ്ടാവും, LDFകാരുണ്ടാവും, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളുകളുണ്ടാവും ആശുപത്രിയിലേക്ക് വരുന്നത്. അങ്ങനെ ആശുപത്രിയിൽ തിരഞ്ഞെടുത്ത് LDFന് മാത്രം കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലല്ലോ ഇടതുപക്ഷം. അത് അങ്ങനെയും കാണേണ്ടതില്ല എന്നുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതിൽ കൃത്യമായും രാഷ്ട്രീയപരമായ അഭിപ്രായമാണ്. അത് ഇടതുപക്ഷത്തിന് നന്നായി കൊള്ളിക്കും വിധത്തിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആരുടെയും പ്രതിനിധിയല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പൊ നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ, LDF ഓരോ വർഷവും ചെലവാക്കുന്ന തുകയെ സംബന്ധിച്ച് നാം പരിശോധിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഈ തുക ചിലവാക്കുന്നത് മെഡിക്കൽ കോളേജിലും ആരോഗ്യ സംവിധാനങ്ങളിലുമാണല്ലോ. 7,000 കോടി രൂപയാണ് ഏകദേശം ഈ പറഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയുടെ ഭാഗമായി മാത്രം കൊടുത്തു. അതിൽ ഒരു വർഷം 1,600 കോടി രൂപയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2022-23 കാലയളവിൽ 1,478 കോടി രൂപയാണ് ഇവിടെ പ്രതിവർഷം സൗജന്യ ചികിത്സയുടെ ഭാഗമായി ഇപ്പൊ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ നമ്മൾ UDFന്റെ ഭാഗമായി നോക്കുക, 2015-16 114 കോടി രൂപ മാത്രമാണ് UDF ഗവൺമെന്റ് ചെലവാക്കിയിട്ടുള്ളത്. അപ്പോ ഇവിടെ ഉണ്ടായ മാറ്റങ്ങളെ ഒരിക്കലും പറയാൻ വേണ്ടി നമ്മുടെ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ മാറ്റം കൊണ്ടുവന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ബോധപൂർവ്വം ഇപ്പൊ മന്ത്രിയെ സംബന്ധിച്ച് പറയാണ്, ഞങ്ങളെ സംബന്ധിച്ച് പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനം 2016 മുതൽ ഇങ്ങോട്ട് KK ശൈലജ ടീച്ചറും തുടങ്ങി വീണ ജോർജ് മന്ത്രി ഉൾപ്പെടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും നമ്മൾ ആശുപത്രികളെ പരിശോധിക്കുമ്പോൾ, ഈ ആരോഗ്യ സംവിധാനങ്ങളെ പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായ വ്യത്യാസങ്ങൾ പരിശോധിക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഏകദേശം 8,700ഓളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ മെച്ചപ്പെടുത്തിയെടുത്തത് ഈ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് വരുമ്പോഴാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതെല്ലാം മാറ്റി നിർത്തണമെന്നാണ് പറയുന്നത്. 2016 മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തണമെന്നാണ് പറയുന്നത്. 2016 മുമ്പുള്ള കാര്യങ്ങൾ പരിശോധിക്കണ്ടേ? ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഉൾപ്പെടെ കൊണ്ടുവന്ന മെച്ചപ്പെടൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതുമാത്രമല്ല, ഏതെല്ലാം ഇപ്പൊ ഹൃദ്രോഗം സംബന്ധിച്ച് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത്. അങ്ങനെ തുടങ്ങി ജില്ലയ്ക്ക് പുറത്തും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ആശ്രയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനാണ്. അങ്ങനെ എന്തുകൊണ്ട് ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായി? അത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്ക് എടുത്തു പറയുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ വരുന്ന രോഗികളിൽ നിന്നും തുക വാങ്ങുന്നു എന്നുള്ളത് സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന മുമ്പ് എനിക്കൊന്നും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചാണ്.
വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ആ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നും ആക്രമണം ഉണ്ടാകുകയും കൈ രണ്ടായി പിന്നെ വേർതിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ 10 ലക്ഷം രൂപയാണ് ചെലവ് കുറഞ്ഞത്. 10 ലക്ഷം രൂപ. അതിനുശേഷം പിന്നെ രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ കൈ നഷ്ടപ്പെട്ടു പോയ ആ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ്. ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരത്ത് അതിൻ്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി അതിനെ ആരോഗ്യവാനാക്കി തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അത് ആ പെൺകുട്ടി തന്നെ പിന്നീട് എടുത്തു പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ എന്തെങ്കിലും നുണ പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് നമുക്കറിയാം, ഈ ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ സാധാരണപ്പെട്ടവരുടെ വീടുകളിൽ ഒരുപക്ഷെ കഴിയുന്ന ആളുകളുണ്ട്, അവർക്ക് പിന്നെ ആശ്രയമായി ആരുമില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് ചികിത്സ നൽകുന്നതിനും അവരെ ചികിത്സാപരമായി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതിയുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1,60,000 ആളുകൾക്ക് നേരിട്ട് വീടുകളിൽ ചികിത്സ കൊടുക്കാൻ. നമുക്കറിയാം, വീട്ടിലെ മക്കൾ ഒരുപക്ഷെ മക്കൾക്ക് നോക്കാൻ കഴിയാതെ വരുന്നവർ അല്ലെങ്കിൽ മറ്റാരും സഹായത്തിനില്ലാത്തവർ, അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന സാധാരണപ്പെട്ട ആളുകളുണ്ട്. അവരുടെ അരികിലേക്ക് ചികിത്സയുമായി എത്തുന്ന ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഗവൺമെന്റ് അല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഗവൺമെന്റാണ്. അങ്ങനെ ചേർത്ത് നിർത്തലിന്റെ ഭാഗമായി എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റാണ്. അത് ഒരു ഉപകരണം താൽക്കാലികമായി അതിനകത്തുണ്ടായ കുഴപ്പത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ മേഖലയും കുഴപ്പമാണ് എന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം തെറ്റായ രീതികളെ ജനം തിരിച്ചറിയും. ഒരു തർക്കവും വേണ്ട, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നേ. അവരുടെ ആവശ്യങ്ങളുമായി അവർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അതിന് കിട്ടുന്ന അംഗീകാരവും അവർക്ക് ലഭിക്കുന്ന ചികിത്സയും ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ പറയട്ടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും നോക്കാം. അതിനപ്പുറത്തേക്ക് തെറ്റായ പ്രചരണമായി പോകുന്നത് ഇത് ചില ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണെന്ന് കൂടിയാണ് എനിക്ക്